ഹായ് ഗായ്സ്, യു എസ് എം മൽവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലൈവായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ക്ലയൻറ്റിൻ്റെ പേര് അർജുൻ എന്നാണ്, തൃശ്ശൂർ എന്നുള്ളൊരു പയ്യനാണ്. ഹീസ് എൻ IT പ്രൊഫഷണൽ. അപ്പം ഒരു ട്രാവൽ ഹിസ്റ്ററിയോ ബാങ്ക് ബാലൻസോ ഒരു എംപ്ലോയർ ലെറ്ററൊക്കെ വളരെ വീക്കായിരുന്നു. അവൻ്റെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തു. അപ്പോയിൻമെൻറ്റ് ചെന്നൈ കോൺസുലേറ്റാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അവനെ അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ട് ചോദിച്ചു, ചേട്ടാ എനിക്ക് ഈ പറഞ്ഞ പോലെ ബാങ്ക് ബാലൻസ് ഇല്ല, എംപ്ലോയർ ലെറ്റർ വളരെ വീക്കാണ്, 27 വയസ്സാണ്, അൺമാരീഡ് ആണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ചേട്ടാ ഞാൻ പോകണോ, എനിക്ക് ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോ, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാരണത്തിനല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നിലൊരു കാര്യമുണ്ട്. അപ്പം ഞാൻ യെസ് പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ ഇത് നിങ്ങൾ എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്. കാരണം എനിക്കൊരു വിസ കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇത്രയും വൾണറബിൾ ആയിട്ടുള്ള, ഇത്രയും വീക്കായിട്ടുള്ള ഒരു പ്രൊഫൈൽ ഉള്ളൊരാൾ ആ റൂമിലേക്ക് ഇൻ്റർവ്യൂവിന് കയറി ചെല്ലുമ്പോൾ അതേപോലത്തെ ആയിരക്കണക്കിന് അർജുൻ അവിടെ ഉണ്ട്. നിങ്ങൾ ഇതിൻ്റെ പിന്നിലുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂവിൽ ഈ പറയുന്ന ഒരു ഡോക്യുമെൻറ്റ്സോ ഒന്നും മാറ്റർ അല്ലെന്ന്, നിങ്ങളുടെ പ്രൊഫൈൽ വീക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അർജുൻ ആ റൂമിലേക്ക് കയറുന്നത് മുതൽ അർജുൻ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അർജുൻ്റെ ഓരോ മൂവ്മെൻറ്റും അവർ വാച്ച് ചെയ്യും. അപ്പോൾ അതിന് ശേഷമായിരിക്കും അവർ ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുന്നത്. സോ ഇൻ്റർവ്യൂവിൽ കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവനത് സമ്മതിച്ചു, അവനത് മനസ്സിലാക്കി. ബ്രേവ് മാൻ. അപ്പോൾ അർജുനെ ഞാൻ പരിചയപ്പെടുത്താം. അർജുൻ 27 വയസ്സാണ്, ഒരു ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്, ഒരു ചെറിയ IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ് കൊച്ചിയിൽ. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ച എത്ര 6 മാസം കൊണ്ടാണ് ഇവൻ്റെ അപ്പോയിൻമെൻ്റ് എല്ലാം കിട്ടിയത്. അത് കഴിഞ്ഞപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, വല്ലതും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതിനകത്തൊരു കുറച്ച് പൈസയേ ഉള്ളൂ, എംപ്ലോയർ ലെറ്റർ ഉണ്ട്, കസിൻ്റെ ഇൻവിറ്റേഷൻ ഉണ്ട്, പ്രോപ്പർട്ടി ഡോക്യുമെൻ്റ് ഉണ്ട്, പാരൻസിൻ്റെ പ്രോപ്പർട്ടി ഡോക്യുമെൻ്റ് ഉണ്ട്, പിന്നെ DS 160 ഉണ്ടെന്ന് പറഞ്ഞു. അത്രേ ഉള്ളെന്ന് പറഞ്ഞ. അപ്പം ഞാൻ പറഞ്ഞു, എത്ര രൂപയുണ്ട് അക്കൗണ്ടിലെന്ന് ചോദിച്ചു. പറഞ്ഞു 85,000 റുപ്പീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാമായിരുന്നു അത് പൈസ പോരാ, മിനിമം ഒരു 10 to 13 lakhs എങ്കിലും നമ്മൾ അക്കൗണ്ടിൽ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞു. സോ ആ പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ അത് ആ ടോപ്പിക്ക് അവിടെ വെച്ച് വിട്ടു. സോ അർജുൻ്റെ പ്രൊഫൈൽ ഇത്ര വീക്കായതുകൊണ്ട്, വൾണറബിൾ ആയതുകൊണ്ട് ഞാൻ അർജുൻ്റെ പ്രൊഫൈൽ നമ്മുടെ എല്ലാ ക്ലയൻറ്റിനും ചെല്ലുന്ന പോലെ ഒരു ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ പ്രൊഫൈൽ ഫാക്ടറും ഒരു അർജുൻ്റെ സിറ്റുവേഷനും ഒരു റിസ്ക് ലെവലും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാം. ടേബിൾ ഞാനിവിടെ ഇടാം കേട്ടോ. അപ്പോൾ ബാങ്ക് ബാലൻസ് 85,000 രൂപയാണ്, ഒരു $1,200 വരണുള്ളൂ. പിന്നെ എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി, എംപ്ലോയ്മെൻറ്റ് ലെറ്റർ എന്ന് പറയുമ്പം ഒരു ചെറിയ IT കമ്പനിയാണ്, സാലറി സ്ലിപ്പ് ഇല്ല. ട്രാവൽ ഹിസ്റ്ററി, ഇതിന് മുമ്പ് ഇറങ്ങി ട്രാവൽ ചെയ്തിട്ടില്ല. സ്പോൺസർ ഹോസ്റ്റ് ഇൻ US, അതിനകത്ത് എന്താ പറയുക, കസിൻ റിലേഷൻഷിപ്പ് നോട്ട് ഫോർമലി ഡോക്യുമെൻറ്റഡ്. പിന്നെ ഇന്ത്യയിൽ പ്രോപ്പർട്ടി ടൈസ് ഉണ്ടെന്ന് വെച്ചാൽ പാരൻസിൻ്റെ പ്രോപ്പർട്ടിയാണ്. ജോബ് സ്റ്റെബിലിറ്റി, ഒരു 2.5 വർഷം അടുത്തായിട്ടുള്ള ജൂനിയർ റോളാണ്. അപ്പോൾ പർപ്പസ് ഓഫ് വിസിറ്റ്, ടൂറിസം പ്ലസ് ഫാമിലി വിസിറ്റ്, ക്ലിയർലി സ്റ്റേറ്റഡ്. ദാറ്റ്സ് വാട്ട് റിയലി മാറ്റേഴ്സ്, പർപ്പസ് ഓഫ് യുവർ വിസിറ്റ്. DS 160 ആക്യുറസി, അത് നമ്മൾ ഫില്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ DS 160 100% പക്കയായിട്ടായിരിക്കും നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഒരു എറർ പോലും നമ്മൾ വരാൻ സാധിക്കില്ല. കാരണം അത് നമ്മൾ ലൈവായിട്ടാണ് ക്ലയൻറ്റിൻ്റെ കൂടെ ഫോണിലാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. സോ ഒരു എറർ ഉണ്ടാവില്ല. എറർ ഉണ്ടായാൽ നമ്മൾ രണ്ടാമത് DS 160 ഫില്ല് ചെയ്ത് തരും. അതാണ് നമ്മുടെ ഗ്യാരണ്ടി. അപ്പോൾ അർജുനോട് ഇത്രയും നിങ്ങൾ ഈ ടേബിൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് വിചാരിക്കുക. ഇത്ര 3 ഫാക്ടേഴ്സ് ഹൈ റിസ്ക് ആണ്. ചെന്നൈ കോൺസുലേറ്റിലേക്ക് നടന്നു ചെല്ലുകയാണ്. റിജക്ഷൻ സർട്ടൺ ആണ്. ബട്ട് ഇറ്റ് മീൻസ് ഓഫീസർ ഇത്രയും ഒരു ഹൈ റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ വിസ ക്യാൻസൽ, വിസ റിജക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഇല്ല. പക്ഷെ ഒരു ഓഫീസർ വിൽ പുഷ് യു ടു ദ മാക്സ് ലിമിറ്റ്. പക്ഷേ നിങ്ങൾ ആദ്യത്തെ ഈ 4 മിനിറ്റിൽ അർജുൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും നിങ്ങളുടെ വിസയുടെ സക്സസ്സോ ഫെയിലിയറോ എല്ലാം. സോ അർജുൻ ഞാൻ ഒരു തരത്തിലുള്ള കോച്ചിങ് കൊടുത്തില്ല. ഞാൻ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഒരു ഡോക്യുമെൻ്റ് ആക്കി അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ മോക്ക് ഇൻ്റർവ്യൂ ഒന്നും നടത്തിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു, നീ എങ്ങനെയാണോ അങ്ങനെ പോവുക, ഒരുപാട് കാര്യങ്ങളും കാണാനൊന്നും പഠിക്കേണ്ട. എന്താണ് വിസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇതൊരു അനുഭവമായിരിക്കും.
ഞാൻ പറഞ്ഞു അവനോട് അടുത്ത ആപ്ലിക്കേഷനിൽ എൻ്റെ സർവീസ് ചാർജ് ഞാൻ മേടിക്കില്ല, സോ ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു. സോ ഹി വാസ് ബ്രേവ് ഇനഫ് ടു ടേക്ക് അപ്പ് ദ ചാലഞ്ച്. രാത്രി കിടക്കുമ്പോൾ അർജുൻ്റെ മൈൻഡ് മൊത്തം ഒറ്റ കാര്യമാണ്. ഒരു 4 മണിക്ക് വെളുപ്പിന് എണീച്ചിട്ട് ഈ 85,000 രൂപയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ചോദിക്കുന്ന കാര്യം ഷുവറായിരുന്നു. സോ അർജുൻ ചിന്തിച്ചു, ഇത് വാട്ട് എവർ ഹാപ്പൻസ്. സോ ഹി വാസ് പ്രിപ്പയറിങ് ഫോർ ദറ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ സ്ലീപ്പ്. സോ അർജുൻ 9:45 ചെന്നൈ കോൺസുലേറ്റിലേക്ക് അകത്തോട്ട് കയറിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് സംസാരിക്കും. സോ അർജുൻ അകത്തോട്ട് കയറുമ്പോൾ അർജുൻ്റെ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സോ അർജുൻ്റെ പ്രൊഫൈൽ അമ്മയ്ക്ക് അറിയത്തില്ല, അർജുൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ എന്താണ്, കാര്യം എന്താണ്, നിങ്ങളുടെ ഫാമിലിക്ക് വലിയ ധാരണയൊന്നും കാണില്ല. അവർക്കറിയാം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതും അവരും അർജുൻ്റെ അമ്മയെ പോലെ തന്നെയുള്ളൊരു ഇതാണ്. സോ ഞാൻ ഈ വീഡിയോ ചെയ്തത് അർജുനുമായിട്ടൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ്. ശരിക്കും അർജുനോട് ഞാൻ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി എന്താ അവിടെ നടന്നതെന്ന്. അപ്പോൾ ഒരു ലേഡിയാണ് അർജുൻ ഇൻ്റർവ്യൂ ചെയ്തത്, ഒരു യങ് ലേഡിയാണ്. ഇവർ ഡോക്യുമെൻറ്റ്സ് ഒന്നും ചോദിച്ചില്ല. ഒറ്റ ചോദ്യം മാത്രമാണ് ഫസ്റ്റ് ചോദിക്കുന്നത്, പർപ്പസ് ഓഫ് വിസിറ്റ്. അപ്പോൾ അർജുൻ പറഞ്ഞു, മൈ പർപ്പസ് ഈസ് ടൂറിസം ആൻഡ് ഫാമിലി വിസിറ്റ്. ഐ ഹാവ് എ കസിൻ ഇൻ ന്യൂ ജേഴ്സി എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലേഡി ചോദിച്ചു, ഓക്കെ ദെൻ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് DS-160 ഓപ്പൺ ചെയ്തു, എംപ്ലോയ്മെൻറ്റ് സെക്ഷനൊക്കെ നോക്കി. കമ്പനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു, കമ്പനി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ആൻസർ ചെയ്തു. എത്ര നാളായിട്ട് വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 2.5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെയാണ് ലേഡി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽസിനെ കുറിച്ച് ചോദിച്ചത്. അപ്പോൾ അർജുൻ ചോദിച്ചു, എത്ര രൂപ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഈ അക്കൗണ്ടിൽ 85,000 റുപ്പീസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു, ഈ 85,000 രൂപ കൊണ്ട് നിങ്ങൾ എങ്ങനെ US 2 വീക്ക് ട്രിപ്പ് സ്പോൺസർ ചെയ്യും എന്ന് സ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു. ആ സമയത്ത് അർജുൻ പൊട്ടിയെന്ന് നമുക്ക് സ്വയം കരുതി കേട്ടോ. കരുതിയിട്ട് ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അർജുൻ പറഞ്ഞ എക്സാക്റ്റ് സാധനം ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. Arjun said, ma'am, I understand how this looks. My savings are not large, but my trip is fully planned within what I have. I am staying with my cousin who has offered to host me at no cost. My return ticket is already purchased, and I have always lived carefully because I am supporting my parents. I am not going to US to stay. I am going to visit to see my cousin who I haven't seen for 4 years, and to come back to my job and my family. Everything I have is here. So ഈ ആൻസർ ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ ഇടാം. അപ്പോൾ ഇത് ഉത്തരം പറഞ്ഞപ്പോൾ അർജുന് നോക്കി, ശരിക്കും നോക്കി എന്ന് പറഞ്ഞാൽ ശരിക്കും നോക്കി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഉത്തരം, ആ ഒരു പർപ്പസ് ഓഫ് വിസിറ്റ് ഒരു 4-5 ലൈനിൽ അർജുൻ പറഞ്ഞ ആ ഒരു ഉത്തരം പറഞ്ഞു, യുവർ വിസ ഈസ് അപ്രൂവ്ഡ്. മനസ്സിലായില്ലേ? ആ ഒരു പോയിൻ്റാണ് നമ്മളുടെ ഒരു ബ്രേക്കിംഗ് പോയിന്റ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ആ ഒരു പോയിന്റ്, ആ ഒരു ആൻസർ, ആ ഒരു റെസ്പോൺസ് അർജുന് കൊടുക്കാൻ പറ്റി. വിത്തൗട്ട് ഫൈനാൻഷ്യൽ ടൈസ്, വിത്തൗട്ട് പ്രോപ്പർട്ടി, വിത്തൗട്ട് solid company documents. The only answer he gave was the real purpose of visit. It was solid, and his visa got approved in Chennai. In Chennai. ഇപ്പം എനിക്ക് പറയാനുള്ളത്, അർജുൻ എങ്ങനെ രക്ഷപ്പെട്ടു? അർജുന് രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ലായിട്ടും അർജുൻ എങ്ങനെ രക്ഷപ്പെട്ടു? എന്താണ് സംഭവിച്ചത്? ഇത് ഒരു കോച്ചിങ്ങും ഇല്ലാതെ, ഒന്നുമില്ലാതെ അർജുൻ ആ ഒരു ആൻസർ എങ്ങനെ ഫ്രെയിം ചെയ്തു? കാരണം അർജുൻ്റെ റിയൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനോ അവൻ്റെ ഒരു ക്യാരക്ടറോ അവൻ്റെ ഒരു പർപ്പസുമായിട്ട് അവൻ കമ്പൈൻ ചെയ്തിട്ടൊരു ആൻസർ കൊടുത്തു. ഒന്നാമത്തെ ലെസൺ, ഹി അക്നോളജ് ദ വീക്ക്നെസ് ഫസ്റ്റ്. അതായത് അവർക്ക് പൈസ ഇല്ലെന്ന് അക്സെപ്റ്റ് ചെയ്തു. ഓഫീസർ അപ്പോൾ ഒരു ഹോണസ്റ്റി അവന് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഒരു ഒബ്ജെക്ഷൻ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നാരേറ്റീവിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ അതായത് കാരണം ഒരു ഓണസ്റ്റി ഒരു ഓഫീസറിൻ്റെ മൈൻഡിൽ വരുമ്പോൾ അപ്പോൾ നിങ്ങൾ ആ ഒരു നാരേറ്റീവിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. രണ്ടാമത്തെ ലെസൺ എന്ന് പറയുമ്പം,
ഹീ ബിൽറ്റ് എ കോസ്റ്റ് സ്ട്രക്ചർ, നോട്ട് എ പ്രോമിസ്. അവൻ പറഞ്ഞു എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. എൻ്റെ കസിൻ അവിടെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ കസിൻ ടിക്കറ്റ് ഓൾറെഡി പർച്ചേസ് ചെയ്തെന്ന് പറയുന്നു. സോ കസിൻ എക്സ്പെൻസ് എല്ലാം എടുക്കുമെന്ന് അണ്ടർസ്റ്റുഡായി. ടിക്കറ്റ് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം വേഗ് അഷ്വറൻസ് ആണെങ്കിൽ പോലും ആ ഒരു അഷ്വറൻസ് ഹെൽപ്പ് ചെയ്യും. അവർക്ക് കറക്റ്റായിട്ട് ഇപ്പം 13 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഉണ്ടെന്നല്ല, ഷോ ദം ദ മാർക്ക്, കണക്ക് കാണിക്കുക. അതായത് നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. എമൗണ്ട് ഇത്ര ഇല്ല എന്നുള്ള ഒരു മാറ്റർ അല്ല, നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള റിസോഴ്സസ് നിങ്ങളുടെ പക്കലുണ്ടെന്ന് കാണിക്കാൻ നോക്കും. അർജുൻ്റെ കാര്യത്തിൽ അത് കസിനായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാദറിൻ്റെ മണിയോ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഫാമിലിയോ ഒക്കെ. മൂന്നാമത്തെ ലെസൺ എന്ന് പറയുമ്പം ഹീ പ്ലാന്റഡ് ടൈസ് ടു ഇന്ത്യ വിത്തൗട്ട് ബീങ് ആസ്ക്ഡ്. അവൻ്റെ പർപ്പസ് ചോദിച്ചപ്പോൾ തന്നെ അവൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നാട്ടിൽ വരണം, എനിക്ക് അമേരിക്കയിൽ താമസിക്കാൻ പറ്റില്ല, 2 ആഴ്ച എൻ്റെ വിസിറ്റ് കഴിഞ്ഞ് എനിക്ക് എൻ്റെ ജോലിക്ക് തിരിച്ച് കയറണം എന്ന് പറയുന്നതിലൂടെ അവൻ്റെ ഫാമിലി ടൈസ്, അവൻ്റെ എംപ്ലോയ്മെൻറ്റ് ടൈസ് അവിടെ ഓൾറെഡി പ്രൂവൺ. സോ ദാറ്റ് ഈസ് എ തേർഡ് ലെസൺ. ഇപ്പം എനിക്ക് പറയാനുള്ളത് ദ ഹാർഡ് ട്രൂത്ത്, വാട്ട് സേവ്ഡ് അർജുൻ. ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ നാച്ചുറലായിട്ട് സംസാരിച്ചു, ആൻസേഴ്സ് ഒന്നും ബൈ ഹാർട്ട് ചെയ്തില്ല. ആ ഒരു ഇമോഷൻസ് റിയൽ ആയിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം, അവരാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അത് റിയൽ ആയിട്ടുള്ള ഇമോഷനാണ് ഷെയർ ചെയ്തത്. പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സർവൈവ് ചെയ്തില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവൻ്റെ ആൻസർ വളരെ വേഗമായിരുന്നു. ആ ആൻസർ അങ്ങനെയല്ല പറയേണ്ടത്. ആ ഒരു 3 സെക്കൻഡ് ഉണ്ടായ സൈലൻസ്, അത് ഇറ്റ് കുഡ് ഹാവ് ബീൻ വേഴ്സ്. പിന്നെ അതിനുശേഷം അർജുൻ ഫൗണ്ട് ഹിസ് വോയിസ്. എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല, കാരണം നിങ്ങളൊന്ന് പതറിയിട്ട് പിന്നീട് റിക്കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് too hard for anyone. But still, by practicing, by educating yourself, by finding the right tone, the right mood, and being calm, you can also find your voice after struggle. ഇപ്പോൾ ഒന്നുകൂടെ എന്നെ ബ്രേക്ക് ചെയ്യാം. നമുക്കിപ്പം പറയാം, വാട്ട് ഇഫ് അർജുൻ സെഡ് ഐ വിൽ മാനേജ്, മൈ കസിൻ വിൽ ഹെൽപ്പ്, ദാറ്റ്സ് ഇറ്റ്, നോ സ്ട്രക്ചർ. പക്ഷേ ഈ ആൻസറിൻ്റെ കൂടെ അർജുൻ ആ ഫാമിലി, ആ ടൈസും എംപ്ലോയ്മെൻറ്റ് ടൈസും ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഒരു പെർഫെക്റ്റ് ആൻസർ അവിടെ ക്രിയേറ്റ് ചെയ്ത് ഇറ്റ് വാസ് ബെറ്റർ ദാൻ എ സ്റ്റോറി. ദ ഓഫീസർ വാസ് ഇംപ്രസ്ഡ് ആൻഡ് വിസ വാസ് അപ്രൂവ്ഡ്. സോ പറഞ്ഞ പോലെ അപ്പോൾ ആ ആൻസറോട് പറഞ്ഞിരുന്നെങ്കിൽ വിസ റിജക്റ്റഡ്, സെയിം പ്രൊഫൈൽ, സെയിം ബാങ്ക് ബാലൻസ്, ഡിഫറെൻറ്റ് സ്റ്റോറി, ഡിഫറെൻറ്റ് ഔട്ട്കം. This is what I always say. The visa is not about your money. It is about your story and how you present it in front of the consular officer. അർജുന് വിസ കിട്ടി. പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ഡീറ്റെയിൽഡ് പറയാനുണ്ട്. പക്ഷേ അർജുൻ്റെ ആ 3 സെക്കൻഡ് സൈലൻസ്, ഒരു തെറ്റുത്തരം പറയുന്ന സൈലൻസ്, അത് റിജക്ഷനിലേക്ക് വഴിവെച്ചേക്കാം. പക്ഷേ അർജുൻ ഒരു കോച്ചും ഇല്ലായിരുന്നു അവിടെ, ആരും ട്രാൻസ്ലേറ്റർ ഒന്നും ഇല്ലായിരുന്നു, അവർ ചെവി ആൻസർ പറഞ്ഞു കൊടുക്കാറില്ല. ബട്ട് ഹീ മേഡ് ഇറ്റ്. ബട്ട് ഞാൻ നേരെ ഒരേ പേര് അർജുനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഫൈലായുള്ള, കോൺഫിഡൻ്റ് ആയിട്ടുള്ള, ഹാർഡ് വർക്കിംഗ് പ്രൊഫഷണൽസിൻ്റെ ഞാൻ ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ പലർക്കും വിസ റിജക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ പീപ്പിൾ എന്തുകൊണ്ട് അവർ ഇത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ പറയുന്ന സ്റ്റോറി അവർക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് അവർ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റോറി അവർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ല. The wrong story will be presented with the wrong tone and the wrong framing. The framing is also important. How you frame your story is important. It must be connected with all your resources, DS-160, your emotional attachments, family ties, personal ties, employment history. So how to frame the story, that is really important. So ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. സോ ഈ ചാനൽ എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നു വെച്ചാൽ, അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുതെന്ന് ഓർത്തിട്ടാണ്. അപ്പം നിങ്ങൾ വർക്ക് ഹാർഡ് ചെയ്യുന്നു, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ ഫാമിലി ഹാർഡ് വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ ലോട്ടറി അല്ല. ഇറ്റ് ഈസ് എ സ്റ്റോറി. ബിക്കോസ് you want to go to US and make a living in the US, or do something to change your life. So every story can be made stronger. That is what I do.
I analyze your profile, and I come up with a story that is um, that is impossible to deny. So if you are watching this and if you have a weak profile, you got a weak profile on the low balance account, no travel history, a small company, family pressure, do not cancel your dreams. Come to me. നിങ്ങൾക്ക് എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് നിങ്ങൾക്കുള്ളത് നമുക്ക് ബിൽഡ് ചെയ്യാം. ആൻഡ് ആ റൂമിലേക്ക് നമുക്ക് ശക്തമായിട്ട് നടന്നു ചെല്ലാം. ആൻഡ് ഐ വിൽ മേക്ക് ദ ഓഫീസർ impossible to deny your application. സോ അർജുൻ പറഞ്ഞൊരു ലൈൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വയ്ക്കാം. ടു എവ്രി വൺ, if I can do it, you can do it. But please don't go in blind like I did. I was lucky, you might not be. Do the preparation. Tell your story properly. ഇത് അർജുൻ്റെ വാക്കുകളാണ്. ഇത് ഞാനിപ്പോൾ ഒരു സ്ക്രീൻഷോട്ടായിട്ട് ഇവിടെ കാണിക്കാം. എനിക്ക് പർപ്പസിനെ കുറിച്ചും ട്രാവൽ ഇന്ത്യനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല വീഡിയോസും നിങ്ങൾക്കുണ്ട്. എല്ലാ വീഡിയോസും കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അർജുൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ, അപ്പോൾ അർജുനെ പോലെ വീക്കായിട്ടുള്ള സ്റ്റോറി, ട്രാവൽ ഹിസ്റ്ററി ഇല്ലാത്ത ആയിരക്കണക്കിന് പേര് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എത്ര വീക്ക് പ്രൊഫൈലായാലും നിങ്ങൾക്കൊരു അത്യാവശ്യം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സോളിഡ് ആയിട്ടുള്ള സ്റ്റോറി, ഒരു പർപ്പസ്, ബി ഇറ്റ് ബിസിനസ്, ബി ഇറ്റ് ടൂറിസ്റ്റ്, ഐ ക്യാൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു സോൾഡ് ആയിട്ടുള്ള സ്റ്റോറി ഒരു ബെറ്റർ രീതിയിൽ ഫ്രെയിം ചെയ്ത് നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് അയക്കാൻ പറ്റും. ദാറ്റ്സ് മൈ സ്പെഷ്യാലിറ്റി ആൻഡ് ഐ ഗ്യാരണ്ടി ഇറ്റ്. So thank you so much for watching the video, and thank you so much for all the support. I'll be back with another video soon. Until then, it's goodbye. Take care. Cheers.